ശാസ്താംകോട്ടയിൽ രാസലഹരിയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. കരുനാഗപ്പള്ളി ആദിനാട് നെടുവേലിൽ വീട്ടിൽ ആകാശാണ് പിടിയിലായത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തു നിന്നും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 25 ഗ്രാം MDMA പിടിച്ചെടുത്തു. ബംഗളൂരിൽ നിന്നും കേരളത്തിലേക്ക് രാസലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയായ ആകാശ് സമാനമായ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ കേസുകളുടെ വിചാരണ നടക്കവെയാണ് വ്യവസായ അളവിലുള്ള രാസലഹരി കണ്ടെത്തിയതെന്ന് എക്സൈസ് പറഞ്ഞു. ദിവസം കൊല്ലം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടി ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ വലിയ അളവിലുള്ള ഒരു MDMA പിടികൂടുകയുണ്ടായി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഷിജുസാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഏകദേശം 25 ഗ്രാമോളം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശിയായ ആകാശ് എന്നയാളാണ് പ്രതി. ഇയാൾ നിരന്തരം ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് MDMA കടത്തുന്ന ഒരു സംഘത്തിലെ പ്രധാനിയാണ്. ഇയാളുടെ പേരിൽ മുൻപും NDPS കേസുകളുണ്ട്. ആ കേസിന്റെ വിചാരണ ഇപ്പം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് വീണ്ടും ഇയാൾ ഒരു വലിയ അളവിലുള്ള MDMA ആയിട്ട് പിടിയിലാവുന്നത്. ഇപ്പം പിടിച്ചെടുത്തത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി MDMA ആണ്. അതായത് 20 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഗ്രാമിന് ഏകദേശം 5000 മുതൽ 10000 രൂപ നിരക്കിലാണ് ഇയാൾ ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് നാട്ടിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നത്. ഇയാൾ സ്വന്തമായിട്ടുള്ള വിൽപ്പനയാണോ അതോ ആർക്കെങ്കിലും വേണ്ടി കടത്തിക്കൊണ്ടുവന്നതാണോ? ഇയാൾ അവിടുന്ന് നേരിട്ട് ഇറക്കി ഇവിടെ വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി. പിന്നെ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ വിശദമായിട്ട് അന്വേഷണം നടത്തും. ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ബാംഗ്ലൂരിലുള്ള കണ്ണികളെ പറ്റി എന്തെങ്കിലും അതിനെപ്പറ്റി സൂചന ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായിട്ട് അതിന്റെ അന്വേഷണം. ഈ വിൽപ്പന നടത്തുന്നത് പ്രധാനമായും ആർക്കാണ്? ഇത് ഇയാൾ കൂടുതലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെയാണ് വിൽപ്പന നടത്തുന്നത്. എത്ര വയസ്സുള്ള ഇയാൾക്ക് 25 വയസ്സുള്ള ആ 25 വയസ്സ് ആ ഒരു ലെവലിലുള്ള ആളുകൾക്കാണ് ഇയാൾ കൂടുതലും വിൽപ്പന നടത്തുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ട്രേസ് ചെയ്ത് ഇയാളെ പിടിച്ചതിന് ശേഷം മൊബൈലിലേക്ക് നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലും? അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വലിയ വിശദമായിട്ടൊരു അന്വേഷണം, ഇതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് ആയതുകൊണ്ട് ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കും ഇനി അന്വേഷിക്കുന്നത്. അതായത് ഇതിനകത്ത് ഇയാൾ ബന്ധപ്പെട്ടത് ഇയാളുടെ ഫോണിലുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കൂടുതൽ പേര് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെയാണ്. കൂടുതലും യുവാക്കൾക്കാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. 25 പെൺകുട്ടികൾ ഉൾപ്പെടുന്നുണ്ടോ? അത് ഈ കേസിനകത്ത് നമുക്ക് അതിന് സൂചന കിട്ടിയിട്ടില്ല. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജു SS-ന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 25 ഗ്രാം MDMA പിടികൂടിയത്. ഇയാൾക്കെതിരെ NDPS കേസെടുത്തു. പ്രതി മുൻപും മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ളതും നിലവിൽ കേസിന്റെ വിചാരണ നടന്നുവരികയുമാണ്. ഇതിനിടെയാണ് വീണ്ടും വലിയ അളവിലുള്ള MDMA-യുമായി പിടിയിലാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊല്ലം സ്പെഷ്യൽ സ്ക്വാഡിൽ പിടികൂടുന്ന രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ NDPS കേസാണിത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ച് മദ്യം, മയക്കുമരുന്നുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.